ആദ്യം തന്നെ കഴിയുന്നത്ര ചെറിയ കോഴിയാണ് നല്ലത്. പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഇതൊരു ഉദ്ദേശം 1.25 കിലോ ഉള്ള കോഴിയാണ് എനിക്ക് കിട്ടിയത്. ചെറിയ കോഴിയാണെങ്കിലും അപ്പോൾ നമുക്കത് വെക്കാനൊക്കെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നല്ലപോലെ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കുക. ഉൾവശത്തെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. ഒപ്പം കഴുത്തിൻ്റെ ആ ചുറ്റുവശങ്ങളിലെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം നമുക്കിതിലൊന്ന് വരയണം. ഈ കോഴി ഒന്ന് തിരിച്ച് മറിച്ചും പിടിച്ചത് ഓരോ വശത്തായിട്ട് നമുക്ക് പതുക്കെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ വരഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിനുള്ളിലോട്ട് മസാലയെല്ലാം നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഉപ്പും മുളകും എല്ലാം നല്ലപോലെ അത് പിടിച്ചാലേ അതിനൊരു രുചി വരുള്ളൂ. കാരണം നമ്മൾ മുഴുവനായിട്ട് അങ്ങ് വേവിക്കുന്നത് കൊണ്ട് അതല്ലെങ്കിൽ എല്ലാ വശത്തും അതിൻ്റെ ആ ഒരു മസാല എത്തിയെന്ന് വരില്ല. ഉള്ളിലോട്ടൊക്കെ അത് എത്തിയാൽ അതിന് ആ ഒരു രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പതുക്കെ കത്തിവെച്ച് ആ ഒരു ഇതിൽ വരഞ്ഞത് കണ്ടില്ല, അതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പം നല്ലപോലെ വരഞ്ഞ്, പക്ഷെ കഷ്ണങ്ങൾ മുറിഞ്ഞു പോകാൻ പാടില്ല. ദശ മുറിഞ്ഞു പോകാതെ ചെയ്യണം. ഇതിന് 2 കാലുകളുടെ വശവും നല്ലപോലെ ലെഗ് പീസസ് നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള നൈഫ് വഴുതി പോകാതെ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇനി ഈ വശം മാത്രമല്ല, നമുക്കതിൻ്റെ പുറകുവശം കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ അവിടെയൊന്നും മസാല പിടിച്ചു എന്ന് വരില്ല. കാരണം കറിയൊക്കെ വെക്കുമ്പോൾ അത് അതിൽ മുങ്ങി കിടക്കുമ്പോൾ അതിനുള്ളിലോട്ട് മസാല പിടിക്കും. ഇത് വളരെ ഡ്രൈ ആയിട്ട് നമ്മൾ വേവിക്കുന്നത് കൊണ്ട് മസാല എല്ലാ വശത്തും പിടിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതെല്ലാം വരഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വശങ്ങളിലും ഒന്ന് ജസ്റ്റ് എത്തി ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അതിലൂടെ മസാല ഉൾവശത്തോട്ട് കയറിക്കോളും. അതല്ലെങ്കിൽ നമുക്കതൊരു ഒട്ടും രുചി തോന്നില്ല. വരയൽ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുവിധം നമ്മളിപ്പോൾ എല്ലാ വശത്തും ആവശ്യത്തിന് വരഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് മസാലകൾ തയ്യാറാക്കാം. മസാല എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ 2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇടാം. നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ നമുക്കിടാം. പിന്നെ ഞാൻ കുറച്ചൊരു ബിരിയാണി മസാല, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ബിരിയാണി മസാല 2 ചെറിയ ടീസ്പൂണും കൂടി അതിലോട്ട് ചേർത്തിരുന്നു. പിന്നെ ഒരല്പം വിനാഗിരി, അതൊരു 1-2 സ്പൂൺ വിനാഗിരി ജസ്റ്റ് അതിൽ ചേർക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തു. എന്നിട്ടാണ് ഞാനിതൊന്ന് മിക്സാക്കിയത്. അപ്പം നല്ലപോലെ അത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ വെള്ളം കൂടരുത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു തക്കാളി കൂടി ചേർത്താലോ എന്നുള്ളത്. അപ്പോൾ തക്കാളി ഞാനൊന്ന് എടുത്തു, അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ തക്കാളിയുടെ ഒരു പേസ്റ്റും കൂടി കിട്ടി. ഈ പേസ്റ്റ് ഞാൻ നേരത്തെ നമ്മൾ വെച്ചിരുന്ന മസാലയിൽ ഞാൻ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നല്ലപോലെ അത് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോഴും നമ്മൾ കൂടുതൽ വെള്ളം കൂടി പോകരുത് എന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൽ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ചിരിക്കുന്ന ആ കോഴിയിലൊക്കെ നമുക്കിത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലപോലെ ആവണമെന്നില്ല. അപ്പോൾ അത് എപ്പോഴും നല്ലത് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കൈകൾക്ക് അങ്ങനെ പുകച്ചിലോ അങ്ങനെയൊന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഗ്യാപ്പിലോട്ടും ഇത് ഈ മസാല മിക്സ് അതിലോട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. എന്നാലാണ് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അതിൻ്റെ ഒരു രുചി കിട്ടുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ വെറുതെ വേവിച്ച ഒരു ഒരു ഇറച്ചി കഴിക്കുന്ന ഒരു ഫീലിങ്ങേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നല്ലപോലെ കൈകൾ കൊണ്ട് എല്ലാ ഗ്യാപ്പുകളിലും നമ്മൾ ആ മസാല നല്ലപോലെ അപ്ലൈ ചെയ്യണം. അത് 1-2 വട്ടം തിരിച്ചും മറിച്ചും നമ്മൾ നോക്കണം. അപ്പോൾ അത് എല്ലാം പിന്നെ വരഞ്ഞു വെച്ചിരിക്കുന്ന ഗ്യാപ്പുകളിലോട്ടൊക്കെ ഫില്ല് ചെയ്യണം. ഒപ്പം അതിൻ്റെ ഉൾവശം, കഴുത്തിൻ്റെ ആ ഒരു വശം എല്ലായിടത്തും അത് തേക്കണം. അപ്പോൾ അത് നല്ലപോലെ സൂക്ഷിച്ച് അത് തേക്കുക. പിന്നെ തേക്കുമ്പോഴൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ പെട്ടെന്ന് തെറിക്കുക, അതൊക്കെ നോക്കണം. നല്ലപോലെ അത് എന്നിട്ട് തേച്ചതിന് ശേഷം ഉദ്ദേശം 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കാം. ചില വ്യക്തികളാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ അതങ്ങനെ മാറിനേറ്റ് ചെയ്തിട്ട് വെക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ നല്ല രുചിയാണ്. ഞാൻ പിന്നെ ഇത് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഇപ്പം ഇനി ഒന്നുകൂടി നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളൊന്ന് തിരിച്ചും മറിച്ചും നോക്കണം.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലുമൊക്കെ അത് കറക്റ്റ് ആവാത്തതുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ ഒന്നുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെടുത്ത മസാല ആവശ്യത്തിനുണ്ട്, അപ്പോൾ അതിൽ ശരിക്കും അത് ബാക്കി വരും. അതുകൊണ്ടാണ് നല്ലപോലെ അത് തേച്ച് കൊടുക്കാൻ പറയുന്നത്. ഉൾവശത്തെല്ലാം കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്യണം, നല്ലപോലെ മസാല തേച്ച് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എടുത്തതായിട്ടുണ്ട്. നമ്മൾ വരഞ്ഞു വെച്ച ഭാഗങ്ങളിലും അതിന് ഉൾവശത്തോട്ടൊക്കെ നല്ലപോലെ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറോളം, ഞാൻ 1 മണിക്കൂറേ വെച്ചുള്ളൂ, നമുക്ക് 2-3 മണിക്കൂർ അനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കിത് കോഴിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങിയിരുന്നു. പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് അത് വരഞ്ഞ് അതിൽ ബാക്കിയുള്ള മസാലയെല്ലാം പുരട്ടി വെച്ചതാണ്. ഒരു തക്കാളി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു, പിന്നെ 2 പച്ചമുളക് ഇത്തിരി വലിയ പീസസ് ആക്കിയിട്ടാണ് അരിഞ്ഞത്, പിന്നെ ഒരു സവോള. ഇത്രയും ഞാൻ അരിഞ്ഞതിന് ശേഷം അതൊന്ന് എണ്ണയിലിട്ട് അല്പം എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആദ്യം സവോള വഴറ്റിയതിന് ശേഷം തക്കാളിയും പച്ചമുളക് അരിഞ്ഞതും കൂടി അതിൽ മിക്സ് ചെയ്തു. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള മസാല, അതായത് കുറച്ച് മഞ്ഞൾ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒപ്പം കുറച്ച് ഉപ്പും ചേർക്കണം, പാകത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. നിങ്ങൾക്ക് വീട്ടിലുള്ള വേപ്പിലയോ മല്ലിയിലയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നല്ലപോലെ ഒന്ന് വഴറ്റി അതിലുള്ള ആ മസാലയുടെ പച്ചപ്പ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി അതിലിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുത്ത് ഇപ്പം നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. പിന്നെ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് കോഴിയെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത കോഴിയാണ്. അപ്പോൾ മസാല എല്ലാം എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ കാലുകൾ ഒന്ന് അതിൻ്റെ ആ ബോഡിയിലോട്ട് ചേർത്ത് കുത്തി വെക്കണം. അതല്ലെങ്കിൽ വെന്ത് കഴിയുമ്പോൾ അത് വിട്ടുപോകും. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ മസാലയെല്ലാം ഫില്ല് ചെയ്യുന്നത് ലാസ്റ്റാണ് ഫില്ലിങ് ചേർക്കുന്നത്. ഇതൊരു നല്ല 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കറാണ് ഞാൻ എടുത്തത്. അതിൽ ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ച്, ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ ആ കോഴിയെ പതുക്കെ ഇറക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ആ വെയിറ്റോട് കൂടി തന്നെ അത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ അടുപ്പ് ചെറിയ തീയിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് അത് വെന്തോളും. 20 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് ചെറിയ തീയിൽ വെയിറ്റ് ഇട്ടതിന് ശേഷം തന്നെ വെക്കുക. എന്നിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മളത് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയപ്പോൾ ഇത് നല്ല പോലെ ഇത് വെന്തിട്ടുണ്ട്. ഇനി വെന്ത ചിക്കന് നമുക്കൊന്ന് വറുത്തെടുക്കുന്നതിന് ഒരു പാനിൽ 2 വലിയ സ്പൂൺ എണ്ണ ഒഴിക്കുക. മറ്റു പ്രഷർ കുക്കറിൽ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ലിക്വിഡ്, അത് ചിക്കൻ സ്റ്റോക്ക് പോലെയാണ്. നമുക്കത് വേണമെങ്കിൽ കറികൾ തയ്യാറാക്കുന്നതിനോ റൈസിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിനെ പതുക്കെ ആ വേവിച്ച ആ ചിക്കനെ നമ്മൾ ഈ പാനിലോട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അതിൽ ഇത് പോലെ നല്ല പോലെ അത് വെന്തിട്ടുള്ളത് കൊണ്ട് നമ്മളത് ഇറക്കി വെക്കുമ്പോഴൊക്കെ അത് തിരിച്ചു മറിച്ചിടുമ്പോഴും 2 വലിയ സ്പൂണിൻ്റെ സപ്പോർട്ടുകൾ തന്നെ ചെയ്യാവും. അല്ലാതെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഓരോ വശങ്ങളൊന്നും ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരണം. കാരണം അങ്ങനെ മൊരിഞ്ഞു വരുന്നതാണ് അല്ലോ അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ടാണ്. മറ്റത് വളരെ വെന്തിരിക്കും. ഇനി അതിപ്പോൾ ഞാൻ സൈഡാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഞാൻ പറഞ്ഞു ചെയ്യുമ്പോൾ ഒരു 2 സ്പൂണിൻ്റെ സപ്പോർട്ട് വേണം. അതല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എണ്ണയിൽ അതൊന്ന് നല്ലപോലെ അത് അങ്ങനെ 4 വശങ്ങളിലാക്കി, അതായത് പുറകു വശവും മുൻവശവും ദെൻ 2 സൈഡ് വശവും ഒന്ന് ചെരിച്ച് നിർത്തി രീതിയിൽ നമ്മളതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൊരിഞ്ഞുകൊള്ളും. പിന്നെ നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ടൂത്ത് പിക്കുകൾ ഊരിയെടുക്കുക. ഞാൻ 4 എണ്ണമാണ് കുത്തിയിരുന്നത്, 4 ഞാൻ ഊരി മാറ്റി. ഇനി ടൂത്ത് പിക്ക് കുത്തുമ്പോഴെങ്ങനെ അത് ഒടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം കിട്ടിയിട്ടുണ്ട്, പുറത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ചിലവരാണെങ്കിൽ കാല് രണ്ടും ഒന്ന് നൂല് കൊണ്ട് കെട്ടിയിടും. അപ്പം ഞാൻ ടൂത്ത് പിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നല്ലപോലെ അത് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ ഇനി നമ്മളത് എടുത്തു വെക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. 2 വലിയ സ്പൂണുകൾ സപ്പോർട്ടോട് കൂടി തന്നെ നമ്മളത് ഇറക്കി വെച്ചു. ഇനി നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, പ്രഷർ കുക്കറിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയതാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഫില്ലിങ് മുട്ടയും ആ മസാലയും ഉള്ളത് ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വരാം.